നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം 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 ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശ്രദ്ധ, ബ്രഹ്മചര്യം, വിദ്യ, തപസ് എന്നിവ നിരന്തരം ആവർത്തിക്കുന്നതിലൂടെ നീണ്ട കാലം കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്ന അവസ്ഥയാണ് ചിത്തനിരോധം. സത്കഥാശ്രവണം, പ്രാർത്ഥന എന്നിവയിലൂടെ ക്രമേണ ഈ പാതയിൽ നമുക്ക് പ്രവേശിക്കാം. തമിഴ്നാടുമായി ബന്ധപ്പെട്ടു കിടക്കുന്ന പ്രദേശങ്ങളിലും തമിഴ് വംശജർ വസിക്കുന്ന പ്രദേശങ്ങളിലുമെല്ലാം ആരാധിക്കപ്പെടുന്ന ഒരു ദേവതയാണ് മാരിയമ്മ. മഴയുടെ ദേവത എന്ന നിലയിൽ കർഷകർക്കിടയിലും വസൂരി പോലെയുള്ള രോഗങ്ങളുടെ അധിപ എന്ന നിലയിൽ സാധാരണക്കാർക്കിടയിലും ഈ ദേവത ആരാധിക്കപ്പെടുന്നു. തമിഴ് സംസ്കാരവുമായി ബന്ധപ്പെട്ട മാരിയമ്മയ്ക്ക് ഹൈന്ദവ സങ്കല്പങ്ങളിലെ ദുർഗ, കാളി, പാർവതി എന്നീ ദേവതമാരുടെ സങ്കല്പവുമായാണ് ബന്ധം. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. ശരണമന്ത്രം ജപിക്കുന്നു തരളമെൻ ഹൃദയം. ശബരിഗിരിയുടെ ഹരിത നെറുകയിൽ ഉദയരവികിരണം. ദുരിത നിഴലുകളകലും അനുപമ കനക സോപാനം. സ്വാമി ദർശന സുഹൃത മലരിൽ നിറയെ മകരന്തം. അതിപുരാതനമായ ശാസ്താംകോട്ട ക്ഷേത്രം അയ്യപ്പ ഭക്തന്മാരുടെ ഇടത്താവളം കൂടിയാണ്. ഒരിക്കൽ നിബിഡമായ വനപ്രദേശമായിരുന്നു ഇവിടം. ധാരാളം സന്യാസിമാർ തപസ് അനുഷ്ഠിക്കുവാനും യാഗകർമ്മങ്ങൾ ചെയ്യുവാനും ഈ വനം ഉപയോഗിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ത്രേതായുഗ കാലഘട്ടത്തിൽ ശ്രീരാമ ഭഗവാനും ഈ പ്രദേശത്ത് എത്തിച്ചേരുകയും കൈലാസത്തിലെ മാനസ സരസ് പോലെ ശുദ്ധമായ ശാസ്താംകോട്ട തടാകത്തിൽ അദ്ദേഹം പിതൃതർപ്പണം നടത്തിയെന്നും വിശ്വസിക്കപ്പെടുന്നു. പിന്നീട് രാജഭരണ കാലഘട്ടത്തിൽ പന്തള രാജാക്കന്മാരുടെയും കായംകുളം രാജാക്കന്മാരുടെയും തിരുവിതാംകൂർ രാജാക്കന്മാരുടെയും മാറി മാറിയുള്ള ഭരണപ്രദേശം കൂടിയായിരുന്നു ശാസ്താംകോട്ട. അങ്ങനെ ചരിത്ര കഥകളും വിശ്വാസ കഥകളും കൂടിച്ചേർന്ന ശാസ്താംകോട്ട നിത്യവും ശുദ്ധവുമായ ശാസ്താവിനാൽ തത്വമസിയുടെ സത്യദീപ്തിയിലുള്ള മുണരേണം. പുണ്യമലയുടെ ധ്യാന നീലിമ മനസ്സിൽ നിറയേണം. അന്തരംഗവിഹാരിയല്ലേ സ്വാമി അയ്യപ്പൻ. അഖില ബാന്ധവൻ അഭയവരദൻ വീരമണികണ്ഠൻ. അന്തരംഗവിഹാരിയല്ലേ സ്വാമി അയ്യപ്പൻ. അഖില ബാന്ധവൻ അഭയവരദൻ വീരമണികണ്ഠൻ. ശ്രീധർമ്മ ശാസ്താവും അയ്യപ്പസ്വാമിയും ഒരാൾ തന്നെയാണെന്നാണ് പരക്കെയുള്ള വിശ്വാസം. എന്നാൽ ഒരേ ഈശ്വരാംശത്തിൽ കുടികൊള്ളുന്ന രണ്ട് ഭിന്ന തേജസ്സുകളാണ് അവർ. ശ്രീധർമ്മ ശാസ്താവിൻ്റെ ജനനത്തെക്കുറിച്ച് പല കഥകളും വായ്മൊഴികളും ഉണ്ടായിട്ടുണ്ടെങ്കിലും അവയിൽ ഏറ്റവും പ്രധാനം ഹരിഹരാത്മജൻ എന്നുള്ളതാണ്. സകല മനസ്സിലും ഈ കടാക്ഷം അലിവുണർത്തേണം. നിന്റെ നാമസ്മൃതിയിൽ മനസ്സിൽ മഞ്ഞ് പൊഴിയണം.
ബ്രഹ്മാവ് കൊടുത്ത വരത്തിന്റെ ബലത്തിൽ മഹിഷി നിഗ്രഹം ഹരിഹരപുത്രന് മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നതിനാൽ ആ സംഗമത്തിലൂടെ പിറന്ന പുത്രനാണ് ധർമ്മശാസ്താവ് എന്നാണ് ഇതിഹാസം പറയുന്നത്. ഭഗവാന്റെ തിരുകഥകൾ പാടി വ്രതം നോറ്റ് വിശുദ്ധമായ ശരീരവും മനസ്സുമായി മല കയറി ഭഗവാനെ കണ്ട് പുണ്യം നേടുന്ന മണ്ഡലകാല മഹോത്സവങ്ങൾ ഇന്ന് ലോകം മുഴുവനുമുള്ള അയ്യപ്പ ഭക്തന്മാർക്ക് മോക്ഷമാർഗമായി തീരുകയും ചെയ്യുന്നു. പ്രപഞ്ചം മുഴുവൻ ശരണം വിളികളേറ്റുപാടി പമ്പയിൽ ലയിച്ചു ചേരുമ്പോൾ പൊന്നമ്പലമേടും പരിസരവും ഭഗവാന്റെ ദിവ്യതയാൽ പൊൻപ്രഭ തൂകി നിൽക്കുന്നു. യുഗങ്ങൾക്ക് മുമ്പേ പ്രതിഷ്ഠിക്കപ്പെട്ട ധർമ്മശാസ്താവിന്റെ ക്ഷേത്രങ്ങളും പന്തള രാജാവിന്റെ ചരിത്രത്തിൽ കലിയുഗ വരദനായി ഉദയം ചെയ്ത അയ്യപ്പനും ശാസ്താവും ഒന്നു തന്നെയായ ശിവസ്വരൂപം തന്നെയാണെന്ന് നാം തിരിച്ചറിയുമ്പോഴാണ് ത്രേതായുഗ കാലത്ത് ശാസ്താംകോട്ടയിലെ ധർമ്മശാസ്താവിന്റെ ദർശനം തേടിയെത്തിയ ശ്രീരാമദേവന്റെ കഥയ്ക്കും ശാസ്താംകോട്ട ക്ഷേത്രത്തിന്റെ യുഗങ്ങൾക്കുമപ്പുറമുള്ള രൂപപ്പെടലിന്റെയും ചരിത്ര പ്രാധാന്യം നാം മനസ്സിലാക്കുന്നത്. മണിമണ്ഡപ നട തുറന്നു മണ്ഡലകാല വിഭാതമായി ശരണ മന്ത്ര. ശാസ്താംകോട്ട ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത പുരാതന കാലം മുതലേ ഇവിടുത്തെ അന്തേവാസികളെ തുടരുന്നത് വാനരന്മാരാണ്. ക്ഷേത്ര ദർശനത്തിന് വരുന്ന ഭക്തജനങ്ങൾക്ക് വാനരന്മാരുടെ ഇവിടുത്തെ ആധിപത്യവും കുസൃതികളുമൊക്കെ കൗതുകം നിറഞ്ഞതാണെങ്കിലും ഇതിനു പിന്നിൽ നിലനിൽക്കുന്ന ഒരു കഥയുണ്ട്. ത്രേതായുഗത്തിൽ രാമരാവണ യുദ്ധം കഴിഞ്ഞ് ശ്രീരാമദേവൻ അദ്ദേഹത്തിന്റെ വാനരസേനയുമായി ഇവിടെ സന്ദർശിച്ചു തിരികെ പോകവേ ഇവിടെ കുടികൊള്ളുന്ന ധർമ്മശാസ്താവിന് ഒരു കൂട്ടം വാനരസേനയെ സമർപ്പിക്കുകയും ചെയ്തുവെന്നതാണ് കഥ. അലയും മലയും കാടും മേടും ഈ ക്ഷേത്രവും ചുറ്റുപാടുകളും വിട്ട് ഈ വാനരന്മാർ മറ്റെങ്ങും പോകാറില്ല എന്നതാണ് സത്യം. നിത്യവും വാനരന്മാർക്ക് ഭക്ഷണം നൽകുവാനായി ഒരു വാനര ഭോജനശാല തന്നെ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. മിക്കപ്പോഴും ഭക്തജനങ്ങൾ വാനരന്മാർക്ക് ഭക്ഷണം നേർച്ചയായി സമർപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ ഉത്രാട ദിനത്തിലും തിരുവോണ ദിനത്തിലും മറ്റ് വിശേഷ ദിവസങ്ങളിലും വാനരന്മാർക്ക് ഇവിടെ വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കി കൊടുക്കാറുണ്ട്. മികച്ച കൂട്ടായ്മയിൽ നേതൃത്വ നിരയിൽ മുതിർന്ന വാനര നേതാവിന്റെ നിയന്ത്രണത്തിലാണ് വാനരന്മാർ അവരുടെ തലമുറയെ കാലാകാലങ്ങളായി മുന്നോട്ട് നയിക്കുന്നത്. ശാസ്താംകോട്ട ശാസ്താവ് പ്രഭാസത്വിക സമ്മേതനായിട്ടാണ് അവതീർണപ്പെട്ടിട്ടുള്ളത്. ക്ഷേത്രം പുനർനിർമ്മാണം നടത്തിയത് കായംകുളം രാജാവാണെന്ന് ചില രേഖകൾ സൂചിപ്പിക്കുന്നുണ്ട്. പണ്ട് പന്തളത്ത് രാജാക്കന്മാർ ശബരിമല ദർശനം മുടക്കിയിരുന്നില്ല. ശബരിമല തൻ നീലിമയിലൊരു സ്വർണ്ണ താമര വിരിഞ്ഞു. ഒരിക്കൽ കായംകുളം രാജാവിന് അയ്യപ്പ ഭഗവാന്റെ സ്വപ്ന ദർശനമുണ്ടായി. കായംകുളം രാജാവ് നടത്തിവരുന്ന ആയുധാഭ്യാസങ്ങളിൽ പങ്കെടുക്കാൻ ഭഗവാൻ എത്തുമെന്നുള്ളതായിരുന്നു ഭഗവാന്റെ അറിയിപ്പ്. ഒരു ദിവസം ദിവ്യ തേജസ്സുള്ള ഒരു യുവാവ് അവിടെ എത്തുകയും ആകാശത്തേക്ക് ഒരു ശരം തൊടുത്തുവിടുകയും ചെയ്തു. ആ അമ്പിന്റെ ലക്ഷ്യസ്ഥാനം അന്വേഷിച്ചു പോകുന്ന കായംകുളം രാജാവ് ശാസ്താംകോട്ടയിലെത്തുകയും ധർമ്മശാസ്താവിന്റെ സ്വയംഭൂവായ വിഗ്രഹം കാണുകയും അവിടെ ക്ഷേത്രം പുനർനിർമ്മിക്കുകയും ചെയ്തു. ഇവിടെ കായംകുളം രാജാവ് അയ്യപ്പന്റെ പാദസ്പർശമേറ്റ സ്ഥലം കണ്ടെത്തുകയും ചെയ്തു. ഈ സ്ഥലം ഇപ്പോഴും ഭഗവാന്റെ തൃപ്പാദമായി പൂജിച്ചു പോരുന്നു. മകരസംക്രമ സന്ധ്യയിൽ ശ്രീമണികണ്ഠനു തിരുവാഭരണം പന്തള നൃപനുടെ ഭഗവാൻ ധർമ്മശാസ്താവ് സ്വയംഭൂവാണ്. ശ്രീകോവിലിനു ചുറ്റുമായി കല്ലിൽ കൊത്തിവെച്ച ശില്പങ്ങളുണ്ട്. മണ്ഡപത്തിൽ രാമായണ കഥയുടെ ചിത്രീകരണം കാണാം.
അന്തള നൃപനുടെ വാത്സല്യ പ്രഭ കൊണ്ടൊരു കനകാവരണം നീലനഭസ്സിൽ കളഭം വഴിയും ഉപദേവന്മാർ ഗണപതി, ശിവൻ, നാഗയക്ഷി, നാഗരാജാവ്, യക്ഷി, യോഗീശ്വരൻ, രക്ഷസ്, മാടൻ എന്നിവരാണ്. മണികണ്ഠനു തിരുവാഭരണം അടയാണ് ഇവിടുത്തെ വിശിഷ്ട വഴിപാട്. ശനിദോഷം അകറ്റാൻ നീരാജനം വഴിപാടുമുണ്ട്. കായലിലെ മത്സ്യങ്ങൾക്ക് മീനൂട്ട് നടത്തിയാൽ ഗ്രഹങ്ങളിൽ ഉറുമ്പ്, ചിതൽ, പഴുതാര തുടങ്ങിയ ജീവികളുടെ ശല്യമുണ്ടാകില്ലെന്നും ചില അനുഭവസ്ഥർ വെളിപ്പെടുത്തുന്നു. യുഗങ്ങൾക്ക് മുമ്പ് മുനിമാർ തപസ്സിരുന്ന ഇടം കൂടിയാണ് ഈ വനപ്രദേശം എന്ന് പറഞ്ഞുവല്ലോ. ഇവിടെ ശ്രീരാമന്റെ പരമ്പരയായ സൂര്യവംശത്തിലെ ഒരു മുനി തപസ് ചെയ്ത സ്ഥലവും നിത്യവും വിളക്ക് വെച്ച് പൂജിക്കുന്നു. ദേവകളൊഴിയും കർപ്പൂര പൊൻകിരണം പൊന്നമ്പലമതിൽ ക്ഷേത്രത്തിന് കിഴക്ക് വശത്തായി പള്ളിവേട്ട ആൽത്തറ സ്ഥിതി ചെയ്യുന്നു. ഇവിടെയും നിത്യവും വിളക്ക് കൊളുത്തി പൂജ നടത്തുന്നു. ഇവിടെ എല്ലാ വർഷവും പള്ളിവേട്ട സമയത്ത് സാംഭവ സമുദായത്തിലെ ജനങ്ങൾ പ്രത്യേക ആചാരാനുഷ്ഠാനങ്ങൾ നടത്തിവരുന്നു. ശാസ്താംകോട്ട ശാസ്താവ് സ്വയംഭൂവാണെന്ന് കരുതപ്പെടുന്നു. സാള ഗ്രാമത്തിലുള്ള ഈ പ്രതിഷ്ഠയെ സാംഭവ സമുദായത്തിലുള്ള ജനങ്ങളാണ് ആദ്യം കണ്ടെത്തുന്നതും. അതുകൊണ്ട് തന്നെ ക്ഷേത്രോത്സവങ്ങളിൽ ഈ ജനതയ്ക്ക് പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നു. മലയേറ്റും മൂകന് മൊഴി നൽകും മണികണ്ഠ സ്വാമിയല്ലോ. സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ 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 ശരണമയ്യപ്പ. കാലാനുസൃതമായ മാറ്റങ്ങളെല്ലാം നാം അംഗീകരിക്കണം. കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ കഴിയാതെ വരുമ്പോൾ നാം പിന്നോട്ട് സഞ്ചരിക്കുന്നതിന് തുല്യമാകുന്നു. വിശ്വാസങ്ങളിലും ആചാരങ്ങളിലുമെല്ലാം ഈ മാറ്റം അനിവാര്യമാണ്. എന്നാൽ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് ഹാനി തട്ടാതെയാകണം ഈ മാറ്റം. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.